അപ്പം തയ്ക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ സപ്പോർട്ട് തരിക. താങ്ക് യു. നമ്മൾ റൗണ്ട് യോക്കിന് വേണ്ടി മാറ്റി വെച്ച തുണിയില്ലേ, ഇതുപോലൊരു ഹക്കോബ തുണിയിലേക്ക് അതിൻ്റെ ഫേസ് ചെയ്ത് വെച്ചിട്ട് ഇതെല്ലാം നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് മറുവശത്തേക്ക് പതിച്ച് ഇങ്ങനെ മടക്കി പതിച്ചിട്ട് ഇതിന് സെൻറ്റർ രണ്ടും ഒരുപോലെ ഇരിക്കണം. എന്നിട്ട് നമ്മളതിനെ വെച്ച് തയ്ച്ചിട്ട് കട്ട് ചെയ്ത് അകത്തോട്ട് മടക്കിയതാണ്. ഞാനിത് വൈകുന്നേരം രാത്രി ഇരുന്നങ്ങ് തയ്ച്ചു. എനിക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യം അന്നേരം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തയ്ച്ചിട്ട് വെറുതെ ഇതിൻ്റെ പടം നിങ്ങളെ കാണിക്കുന്ന കേട്ടോ. അപ്പോൾ കണ്ടോ, തയ്ച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു ഭാഗം ഇങ്ങനെ, മറുവശം നമ്മൾ വെറുതെ മറ്റെന്തെങ്കിലും ഒരു ലൈനിങ് തുണി വെച്ച് തയ്ക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. എന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്തു. അതായത് നമുക്ക് ഷോൾഡർ ഒളിപ്പിച്ച് തയ്ക്കുക എന്ന് പറയലേ, അങ്ങനെ 2 പീസും തയ്ച്ചതാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഞാൻ കൈ പിടിച്ചുകൊണ്ട് അന്നേരം വീഡിയോ എടുത്തതാണേ. ഇത്രയും ഞാൻ ചെയ്ത് വെച്ചിട്ട് ബാക്കി പിന്നെ തയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, ഈ നൈറ്റി പീസ് വെട്ടിയതിൻ്റെ മിച്ചം വെച്ചിട്ട് തുണി ഉണ്ടായിരുന്നു, ക്രോസൊന്നുമല്ല. ആ തുണി കൊണ്ട് ഞാൻ സൈഡിലൂടെ കണ്ടോ, ഇത്രയും ഉള്ള എനിക്ക് തുണി, അതുകൊണ്ട് ഞാനതിനെ ഇങ്ങനെ സൈഡിലൂടെ അടിച്ചിട്ട് അകത്തോട്ട് മടക്കി ഒരു പൈപ്പിങ് പോലെ ചെയ്യുക. അതുകൊണ്ട് വലിയ തരക്കേടില്ലാതെ കിട്ടി. ക്രോസ് ആയിരുന്നേ വളരെ ഭംഗിയായേനെ. കണ്ടോ, വെള്ളം വെച്ചേക്കുന്നുണ്ടോ ഞാൻ ഇങ്ങനെ ചെയ്തതേ. സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടല്ലോ, ഫ്രണ്ട് തയ്ച്ച് നമ്മുടെ ഇതിൻ്റെ ഒരു സ്വല്പം മിച്ചം കിടന്ന തുണി കൊണ്ട് ഒരു പൈപ്പിങ്, നല്ല ക്രോസ് ഒന്നുമല്ല കേട്ടോ. ക്രോസ് ആണെങ്കിൽ നല്ല സുന്ദരനായിട്ട് കിട്ടിയേനെ, ക്രോസ് അല്ല. എന്നിട്ട് ഞാനിങ്ങനെയൊക്കെ ശരിയായിട്ട് തയ്ച്ചു. കണ്ടല്ലോ, മറുവശവും നമ്മൾ ലൈനിങ് വെച്ച് തിരിച്ചടിച്ചു. അങ്ങനെ നമ്മൾ ഫ്രണ്ടും ബാക്കും തയ്ച്ചു വെച്ചു. തയ്ക്കാൻ പറഞ്ഞു തരണോ? ഇത് റൗണ്ട് യോക്ക് നൈറ്റിയുടെ ഞാൻ ഇതിന് മുമ്പ് തയ്ച്ചതിൻ്റെയൊക്കെ തയ്യൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് തയ്ച്ച് മറിച്ചിടുകയില്ലേ, മറിച്ചിട്ടപ്പോഴും ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ നെക്ക് ഒരു ചെറിയ തോതിലൊരു സൈഡ് അകത്തെ നീല കളർ സ്വല്പം ഇങ്ങോട്ട് വെച്ചാൽ തയ്ച്ചിട്ടേക്കുന്നത് കണ്ടോ, മറിച്ചിട്ടപ്പോൾ. അപ്പോൾ അതും ചെറിയൊരു പൈപ്പിംഗ് ആണ്, നമുക്ക് തോന്നുന്ന പോലെ തയ്ച്ച് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഞാൻ നൂലൊന്ന് കഴിയുമ്പം ഇതല്ലേ നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം മറന്നു പോകാതെ എടുത്തിട്ട് ഇവിടെ ഒരു കട്ടിടണം. അത് മറക്കല്ലേ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ടോ, ഇട്ടേക്കുന്നത് കണ്ടോ, ഞാൻ ഇട്ട് വെച്ചേക്കുന്നത് കണ്ടോ. അതുപോലെ 2 പീസിൻ്റെയും സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ ഒരു കട്ടിട്ട് വെക്കണം. കട്ടിട്ട് വെക്കാൻ മടിയുള്ളവരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് തിരിച്ചറിയാനായിട്ട് നമ്മളൊന്ന് ചോക്കിന് വരച്ചാലും മതി. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യുന്നറിയാവോ, നമ്മുടെ കൈ ഇല്ലേ, ഇതല്ലേ നമ്മുടെ കൈ തിരിച്ചറിയാൻ വേണ്ടി കയ്യെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്ങാനും ഒരു പൈപ്പിങ് കൊടുക്കണേ പിന്നെ കൊടുക്കാം. ഇപ്പം ഞാൻ നിങ്ങളെ ഇവിടെ ഒന്ന് കാണിക്കട്ടെ. ഇതല്ലേ നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം അല്ലേ. ഈ സ്ലീവിൻ്റെ എവിടെയാണ് നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടത് നിങ്ങൾ നോക്കിക്കേ. ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ അന്നേരം നിങ്ങളോട് പറഞ്ഞു, ഇതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗവുമായിട്ട് നമ്മുടെ ബോഡിയോട് അറ്റാച്ച് ചെയ്യുന്നത്. ഇതാണ് കഷക്കുഴിയോട്, കൈക്കുഴി താഴ്ഭാഗത്തോട്ട് ചെല്ലേണ്ട ഭാഗം ഇതാണ്. അപ്പം ഈ ഭാഗം നമുക്ക് നമ്മുടെ ഈ സ്കേർട്ട് പീസിലോട്ട് പിടിപ്പിച്ചെടുക്കാം. നോക്കിക്കോണേ, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. സ്കേർട്ട് പീസിൻ്റെ നല്ല വശത്തോട്ട് ഇതിൻ്റെ നല്ല വശം വരണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഈ ഷോൾഡർ ഭാഗം ഇത് കണ്ടോ, ഇത് അപ്പോൾ ഇങ്ങനെയാണോ നമ്മൾ പഠിപ്പിക്കേണ്ടത്? അല്ലല്ലോ. അപ്പം നമ്മൾ ഏത് ഭാഗമായിരിക്കും പഠിപ്പിക്കേണ്ടത്? ഇങ്ങനെ വരും അല്ലേ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് കണ്ടോ, ഇത് തേര് ഭാഗം കൈയുടെ ഓപ്പണിങ്. അപ്പം ഇത് കണ്ടോ, ഇത്രയും ഭാഗം ഇവിടവും ഈ സ്കേർട്ട് പീസിൻ്റെ ഈ സൈഡും മനസ്സിലായല്ലോ. നമ്മൾ സൈഡ് 4 താഴ്ചകൾ വെച്ചില്ലേ. അപ്പം നമുക്കിത് രണ്ടും കൂടെ ഇതിൻ്റെ രണ്ടിൻ്റെ നല്ല വശം തമ്മിൽ ചേർത്ത് പിടിച്ച് നമുക്ക് തയ്ക്കാം. ഒന്നുകിൽ 2 പ്രാവശ്യം അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത അടുപ്പെന്ന് പറയുന്നത് നമുക്ക് മറിച്ചിട്ടിട്ട് മേളിൽ കൂടെ പതിച്ചടിക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളതല്ലേ, ഇത് നമുക്ക് പതിച്ചടിക്കാം, അതായിരിക്കും കാണാൻ ഭംഗി. അപ്പം നമുക്കിനി അടുത്ത കയ്യുടെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പീസ് ഇവിടെ പിടിപ്പിക്കണം. നമ്മൾ അതിന് പിടിക്കാനായിട്ടുള്ള എളുപ്പമാർഗം, ഇങ്ങനെ രണ്ടിൻ്റെയും നല്ല വശം തമ്മിൽ നമ്മളിങ്ങനെ എടുത്തു വെച്ചു. എന്നിട്ട് ഒരു വശത്ത് ഞാൻ നിങ്ങളെ കാണിച്ച് തയ്ച്ചല്ലോ. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് വേണം ഇതിൻ്റെ ഇങ്ങോട്ട് വന്ന് ചേരാനായിട്ട്. കണ്ടോ, ഈ നല്ല വശവും ഈ നല്ല വശവും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ തയ്ക്കാം. നോക്കുക, ഇതാണ് ഷോൾഡറിൽ വരേണ്ട ഭാഗം, ഇതല്ലേ നമ്മുടെ സെൻറ്റർ ഭാഗം. ഇത് കണ്ടോ, ഇത് എൻ്റെ. അപ്പം ഞാൻ ഇതും കൂടെ
തയ്ക്കുന്നു. അപ്പം നമുക്ക് മാറിപ്പോകത്തില്ല. അല്ലാതെ നമ്മൾ തയ്ച്ചാൽ നമുക്ക് സംശയം വരും കേട്ടോ. ഒരു പീസ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ഈ ഭാഗം എടുക്കുക. ഇത് കണ്ടോ, ഇവിടവും ഇതിൻ്റെ ഇവിടവും ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് നമ്മൾ. അപ്പം നമുക്ക് തെറ്റാതെ തയ്ക്കാം. ഇത് കണ്ടോ, ഇവിടെ രണ്ടും ഇങ്ങോട്ട് നമുക്ക് ഈ പീസ് കൂട്ടിച്ചേർക്കാം. ഈ പീസിൻ്റെ ഏത് ഭാഗമാണ് കൂട്ടിച്ചേർക്കേണ്ടത് നമ്മളെങ്ങനെ അറിയുന്നത്? ഇതാണ് നമ്മുടെ തേരിൻ്റെ ഭാഗം, നമ്മുടെ കൈയുടെ ഓപ്പണിംഗ് ആയിട്ട് പോകേണ്ടത്. ഇവിടെ ആണ് ഷോൾഡർ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ തന്നെ നോക്കിക്കേ. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് കിട്ടും. ഇത് ഓപ്പണിംഗ് ആയതുകൊണ്ട് പുറത്തോട്ട് നിൽക്കണം അല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ ഇത് കണ്ടോ, ഇവിടവും ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ കൂട്ടിച്ചേർത്ത് തയ്ക്കുന്നു. കണ്ടോ, കറക്റ്റായിട്ട് നിൽക്കുന്ന കണ്ടോ. ഇത് നമുക്ക് അത് കഴിഞ്ഞ് തയ്ക്കാം. സ്വല്പം കയറ്റിയാക്കം ഉണ്ടെങ്കിൽ തന്നെ അത് ബോഡി ഭാഗത്തോട്ട് വരട്ടെ, എൻഡിങ്ങിൽ കൊടുക്കണ്ട. ഇങ്ങനെ നമ്മൾ വെക്കുന്നു. ഇവിടെയും പിടിപ്പിച്ചു, ഇവിടെയും പിടിപ്പിച്ചു. ഒന്നല്ല അടിച്ചുള്ളൂ. നമുക്ക് അതിന് പകരം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് പതിച്ചടിക്കുമ്പോൾ അത് കാണാൻ ഭംഗിയായിരിക്കും. ചെറിയതായിട്ട് ഇതിന് മുകളിൽ കൂടെ തയ്ക്കാം. ഒന്ന് ഇതുകൂടെ നൽകട്ടെ. നമ്മുടെ സ്കേർട്ട് പാർട്ടില്ലേ ഇതിന് നമുക്ക് പ്ലീറ്റ് കൊടുക്കണം. നമുക്ക് ആ പ്ലീറ്റ് എവിടെ മുതൽ കൊടുക്കണം? ഇത് കണ്ടോ, ഇവിടെ മുതലേ നമുക്ക് ചെറിയ ഞുറിവിട്ട് കൊടുത്ത് തയ്ക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് പിൻ ഞുറിവിട്ടിട്ട് പിൻ കുത്തി വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അതിനേക്കാൾ നല്ലത് ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്ത് ശീലിച്ചു. ഞാനിവിടെ മുതൽ ചെറിയ ഞുറിവിട്ട് കൊടുക്കുവാണേ. ഒന്ന് വെച്ച് നോക്കാം, കാണിക്കാവേ എങ്ങനെയാ വെച്ച് നോക്കുന്നത്. ഇങ്ങനെയാണ് ഇപ്പം നമ്മുടെ കൈ. ഇത് കണ്ടല്ലോ, കൈ രണ്ടും നിങ്ങൾക്ക് മനസ്സിലായോ? കൈ കണ്ടോ, ഇത് കണ്ടോ. ഇവിടുന്ന് നമ്മൾ ഇതാണ് ഓപ്പണിങ്. ഇവിടുന്ന് നമ്മളിങ്ങനെ തയ്ച്ച് ഇത് കണ്ടോ. തുടക്കക്കാരല്ലേ ഓർക്കും ഇത് എന്നാന്ന് കണ്ടോ. തയ്ച്ച് ഇങ്ങനെ നമ്മൾ അങ്ങ് പോകുന്ന ഏരിയയായ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മളിത് സെറ്റ് ചെയ്യുക. നമ്മൾ രണ്ടും നേരെ വെച്ച് ഈ രണ്ട് തയ്യലും ഒരുപോലെ വെച്ച് ഇത് രണ്ടും നേരെ വെച്ച് ഇതും ഈ സ്റ്റിച്ചും ഒരുപോലെ വെച്ച് ഇതിനെ നേരെ വെച്ചിട്ട് നമ്മുടെ ചുരിദാറിനെ ഇങ്ങനെ വെച്ചു സെറ്റ് ചെയ്ത് വെച്ചു. മുറിവൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ തയ്ച്ച് വെച്ചിരിക്കുന്ന 2 പീസ് എടുത്ത് നമ്മൾ വെക്കുക. ഇങ്ങനെ വെക്കുമ്പം ഇങ്ങനെ നമ്മൾ നോക്കുക. ഇവിടെ ഇത് കണ്ടല്ലോ, ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സെൻറ്റർ ഭാഗവും ഇവിടവും തമ്മിൽ ഇങ്ങനെ നമ്മൾ ചേർത്ത് വെക്കുന്നു. വേണമെങ്കിൽ നമുക്കൊരു പിൻ കുത്തി വരാം. ഒരു പിൻ കുത്തി നമുക്ക് ഇവിടെ നോക്കാം ഇത് കറക്റ്റാണോ ഈ അളവെന്ന്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒത്തിരി കയറ്റി വെക്കണ്ട. നമുക്ക് സാധാരണ
നമ്മുടെ ചുരിദാറിൻ്റെ കട്ട് പോലെ വേണ്ട. ഇത് കണ്ടോ, ഇത് സെൻറ്ററാണ് ഞാൻ വരച്ചിട്ടേക്കുന്നത്. ഇതിൻ്റെ സെൻറ്റർ എന്ത് ചെയ്യും? ഇതിൻ്റെ സെൻറ്റർ ഇവിടെ. ഇത് കണ്ടോ, സെൻറ്ററിനേക്കാളും ഇത് കുറച്ച് നീങ്ങിപ്പോയി. അപ്പം നമുക്ക് അങ്ങോട്ട് വരുത്തണം. അപ്പം ഇത്രയും ഞുറിവ് ഇവിടെ വേണ്ട. ഒരു ഞുറിവ് നമുക്ക് പൊട്ടിച്ച് വിടണം. ഇനി ബാക്കി നമുക്ക് നോക്കാം. അതുപോലെ ഇതിനെയും കൂടെ നോക്കാം. ഇങ്ങനെ വെച്ച് വരുമ്പം ശരിയാണോ എന്ന് നോക്കിയാൽ മതി. അല്ല, ഇത് കണ്ടോ, ഇവിടെ കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഞുറിവ് സ്വല്പം കൂടെ അഴിച്ചു വിടണം. രണ്ട് വശത്തുനിന്നും നമുക്ക് ഞുറിവ് അഴിച്ചു വിടാം. ഇവിടുന്ന് ഒരെണ്ണോ ഞാൻ അഴിച്ചു വിടാം. കാരണം ഇത് അതുപോലെ നല്ല പോലെ ഞാൻ ഞുറിവ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് പൊട്ടിച്ച് വിടട്ടെ. ഒരു ഞുറിവ് പൊട്ടിച്ച് വിട്ടാൽ മതി. ഇവിടെ നിന്നും ഒരു ഞുറിവ് അങ്ങനെ നോക്കണം. നോക്കിയിട്ട് നമ്മൾ കുത്തി വെക്കണം കറക്റ്റാണോ എന്ന്. ഇങ്ങനെ വെച്ച് ഇപ്പം എന്ത് കണ്ടോ, ഈ സെൻറ്ററും ഇതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു പൊടിക്ക് വ്യത്യാസമേ ഉള്ളൂ. അത് തയ്ക്കുമ്പോൾ നമുക്ക് ശരിയാക്കാം. നമ്മളിങ്ങനെ വന്ന് നോക്കുമ്പം ഇത് കറക്റ്റാണോ എന്ന് നോക്കണം. ഇത് കണ്ടോ, വലിയ വ്യത്യാസമല്ല, ഒരു ചെറിയ വ്യത്യാസമുള്ള ആ വ്യത്യാസം ഞാൻ തയ്ച്ചു വരുമ്പം ഇത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം നമുക്ക് ആദ്യം എവിടെ തുടങ്ങണം എന്നറിയാവോ? നമ്മൾ തുടങ്ങുന്നത് ഇതിൻ്റെ നല്ല വശം ഈ നല്ല വശത്തോട്ട് വെച്ച് നമുക്കങ്ങ് തയ്ക്കാം. കാരണം ഇതിൻ്റെ പുറത്തൂടെ നമുക്ക് തയ്യൽ വരണ്ടേ, ഇതിൻ്റെ മുകളിൽ കൂടെ. അതുകൊണ്ട് ഞാൻ കാണാവുന്ന പോലെ ഈ സെൻറ്ററും ചേർത്ത് വെച്ചിട്ട് തയ്ക്കാൻ പോവാം. അപ്പോൾ തയ്ക്കുമ്പം ആണെങ്കിൽ നമുക്ക് ഇത്രയും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിൻകുത്തിയില്ല, ഞാൻ ഇങ്ങനെ ചേർത്ത് പിടിച്ച് തന്നെ മെഷീനിലേക്ക് വെച്ചങ്ങ് തുടങ്ങുവാണേ. സെൻറ്റർ മാറിപ്പോകരുത്. എന്നിട്ട് നമ്മൾ ആ പൈപ്പിങ്ങിൻ്റെ തൊട്ടരികിലൂടെ തയ്ക്കണം. എതിലൂടെല്ലാം തയ്യൽ കയറി പോകരുത്. പൈപ്പിങ്ങിൻ്റെ നീല പൈപ്പിംഗ് അല്ലേ, അപ്പോൾ ആ കറുത്ത നൂല് കൊണ്ട് നീല പൈപ്പിങ്ങിൻ്റെ സൈഡിൽ കൂടെ തന്നെ, കറുത്ത നൂലല്ല, കരിനീല നൂല പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. തയ്ച്ച് വരുമ്പം ഈ ഷോൾഡറും നമ്മുടെ കൈ എടുത്തേക്കുന്നതിൻ്റെ സെൻറ്ററും ഒരുപോലെയാണെന്ന് നോക്കണം. ഇതിപ്പം കറക്റ്റ് ആവുകൊണ്ട് കുഴപ്പമില്ല. ഇനി അഥവാ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ സ്കേർട്ട് പീസ് കൂടുതലാണെങ്കിൽ ഞുറിവ് ഇടണം, സ്കേർട്ട് പീസ് കുറവാണെങ്കിൽ ഞുറിവ് അഴിച്ചു വിടണം. അങ്ങനെ നമ്മൾ തയ്ച്ച് പോരുകയാണ്. ഒത്തിരി അകത്തോട്ട് കയറ്റി തയ്ക്കേണ്ട. ഒരു 1/4 ഇഞ്ചിനും 1/2 ഇഞ്ചിനും ഇടയ്ക്ക് സ്കേർട്ട് പീസിലോട്ട് വെച്ച് തയ്ക്കുന്നത്. അപ്പോൾ അത് രണ്ടും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ബാക്കി ഭാഗം ഇവിടെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ പൈപ്പിംഗ് ഉണ്ട്, ഇവിടെ പൈപ്പിംഗ് ഇല്ലല്ലോ. അപ്പോൾ ആ പൈപ്പിംഗ് കഴിഞ്ഞ ഭാഗത്തൊരു 1/4 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട്. ആ എക്സ്ട്രായെ മടക്കി അകത്തോട്ട് വെച്ചിട്ട് നമ്മൾ മുമ്പത്തെ പോലെ തന്നെ പുറമേ അടിച്ച് വരുന്നത് കണ്ടോ, പുറമേ അടിച്ച് വരിക. അത് ഇവിടെ നമ്മൾ ചെയ്യുന്നതും മുമ്പത്തെ പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നറിയാവോ? ബാക്ക് പീസിൻ്റെ സെൻറ്റർ ഭാഗം മടക്കി വെക്കാൻ മറന്നുപോയായിരുന്നു. മുമ്പ് ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചെയ്തോ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് പീസിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് മാർക്കിട്ടിട്ട് വേണം മുമ്പത്തെ പോലെ തയ്ച്ച് വരാൻ. സ്കേർട്ട് പീസിൻ്റെ സെൻറ്ററുമായിട്ട് ഒത്തുവരണം. അത് നോക്കി നമുക്ക് ചെയ്തിങ്ങി വരാം. കണ്ടോ, ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ. ഞുറിവ് അഴിച്ചു വിടണമെങ്കിൽ അഴിച്ചു വിടുക, ഇല്ലെങ്കിൽ ചെയ്തിങ്ങി പോന്നാൽ മതി. ഇതിപ്പം വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല, കറക്റ്റായിട്ടാണ് വന്നേക്കുന്നത്. ആ സെൻറ്ററിലൊരു കുഞ്ഞ് ഒരു തയ്യൽ അഴിച്ചു വിടുകയാണേ. ഒരു തയ്യൽ എന്ന് പറഞ്ഞാൽ ഒരു ഞുറിവ് കണ്ടോ, അഴിച്ചു നീട്ടിയപ്പോൾ അത് കറക്റ്റേ വന്നു. എന്നിട്ട് ബാക്കി നമ്മൾ മുമ്പത്തെ പോലെ തന്നെ നമ്മൾ തയ്ച്ച് പോരുക. ഒരു 1/4 ഇഞ്ച് അകത്തോട്ട് മടക്കി ആ അരികിലൂടെ തയ്ച്ച് വരണം. അപ്പോഴും നമ്മൾ നോക്കണം, ഇവിടെ വരുമ്പോഴും ഈ ഷോൾഡറിൻ്റെ ഭാഗവും കൈയുടെ സെൻറ്ററും ഒരുപോലെ വരുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ അഴിച്ചു വിടുവോ എന്താണെന്ന് ചെയ്യണം. കണ്ടോ, അവിടെ ഞാനൊരു കുഞ്ഞ് ഒരെണ്ണത്തിനെ പൊട്ടിച്ചു വിട്ടു. നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്നോർത്താൽ ഞാനിത് പിന്നെ കാണിക്കുന്നത്. അല്ലെ എനിക്കിതങ്ങ് തയ്ച്ചു വിടുവോ അല്ലെ ഈ ഭാഗം കാണിക്കാതിരിക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പം നിങ്ങൾ തുടക്കക്കാർക്ക് അങ്ങനെ ഒരു സംശയം വന്നാൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണേ പറഞ്ഞു തരുന്നത്. നമ്മളങ്ങനെ തയ്ച്ച് വരുന്ന ഞാനിത് മൊത്തം പുറത്തെടുത്തിട്ട് തയ്ക്കുക. ഇപ്പോൾ മുമ്പത്തെ പോലെ ചുറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടി. കണ്ടോ, ഇവിടെ വരുമ്പോഴും നിങ്ങൾ ആ പൈപ്പിങ് കഴിഞ്ഞുള്ള ഭാഗം അങ്ങനെ തയ്ച്ച് ഇതിലോട്ട് കയറി വന്നു. കറക്റ്റാണ്. ഇവിടെ ഇനി ഒന്നും ചെയ്യണ്ട, കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇത്രയും കൂടെ ഉള്ളൂ. ഇതോടെ തയ്ച്ചാൽ ഫിനിഷ് ആവും. പിന്നെ ഈ കഴുത്തിൻ്റെ ഫ്രണ്ട് വശത്തെ പണിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കൈ രണ്ടും നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞല്ലോ. ഇനി തന്നെ അരി കൂടെ അടിച്ചെടുക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇത് കറക്റ്റായിട്ടാണ് വന്നേക്കുന്നത്. കണ്ടോ, ഞൊരു വഴിച്ചിട്ടുണ്ട് വരുന്നില്ല.
എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നു. അപ്പോൾ നമ്മൾ മുമ്പ് തയ്ച്ച് തുടങ്ങിയെടുത്ത് വന്നു. അവിടെ നിന്ന് ഞാൻ നിർത്താതെ ഒരടിപ്പോടെ അടിച്ചു പോരുക. കാരണം ഒരടി പഠിച്ചാൽ പോരാ, നൈറ്റി അല്ലേ, ഒരു കാരണവശാലും സ്റ്റിച്ച് വിട്ട് പോകരുത്. അതുകൊണ്ട് ഫുള്ള് ഞാൻ രണ്ട് പ്രാവശ്യം അടിക്കുകയാണേ. ഇവിടെ അടിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു അടിപ്പുണ്ട്, അവിടുത്തെ ഒരു നമ്മുടെ പ്രഷർ ഫുഡിൻ്റെ ഒരു കഷ്ടിച്ചൊരു അകലം ഇട്ടുകൊണ്ട് നീക്കി അടിക്കാം. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഇത് തിരിച്ച് ഇവിടം വരെ നമ്മളങ്ങ് ഫിനിഷ് ചെയ്യുവാണേ, ഇപ്പുറത്ത് വരെ അതുപോലെ തന്നെ. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഹക്കോബായുടെ പീസെ കൂട്ടി 2 ക്രോസ് അല്ല എടുക്കുന്നത്, 2 നേരെയാണ്. ഇങ്ങനെ കണ്ട് നിങ്ങൾ നേരെ എടുക്കണ്ട കേട്ടോ. കാരണം നമ്മുടെ കൈയില്ലേ, കൈയുടെ അറ്റത്തോട് ഒരു ഇച്ചിരി എന്തെങ്കിലും വെള്ളം പിടിപ്പിച്ചേക്കാന്ന് വെച്ചാൽ, കാരണം ഫ്രണ്ടിൽ ഇതുണ്ടല്ലോ, അത് കാരണം കയ്യേലോ പിടിപ്പിക്കാനുണ്ട്. കൈ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ നേരെയുള്ളത് എടുത്തതേ ഉള്ളൂ. ഇച്ചിരി വളവൊക്കെ ഉള്ളിടത്താണെങ്കിൽ സ്ട്രെയിറ്റ് തുണി എടുത്താൽ നമുക്ക് പൈപ്പിങ് പിടിപ്പിക്കാൻ പാടാണേ. എന്നിട്ട് നമ്മൾ നേരെ തന്നെ വെച്ച് അടിക്കുന്നു. സാധാരണ പോലെ തന്നെ ഒരു 1/4 ഇഞ്ച് അകലത്തിൽ അടിക്കുന്നു. നിങ്ങൾക്കറിയാമായിരിക്കും, എങ്കിലും ആരെങ്കിലും പുതിയൊരു കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് ഓർത്തോണ്ടാണ്. എന്നിട്ട് നമ്മളിത് നോക്കിക്കോണേ എങ്ങനെ ചെയ്തേ. ഒന്ന് മടക്കി ഒന്നുകൂടെ മടക്കുക. ആ തയ്യൽ തുമ്പിനകത്തോട്ടൊന്ന് വെച്ച് ഒന്നുകൂടെ മടക്കിയിട്ട് നമുക്ക് എത്ര വേണോ പൈപ്പിങ്ങിൻ്റെ വണ്ണം, വീതി എത്ര എടുക്കണോ അതനുസരിച്ച് നമ്മൾ ഇപ്പോൾ ഈ മടക്കുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. ഇങ്ങനെ മടക്കി പിടിക്കുമ്പോൾ നിങ്ങൾ നോക്കണം. ഞാനൊരു സാധാരണ പൈപ്പിങ്ങിനേക്കാൾ ഒരു സ്വല്പം കൂടെ വലിപ്പത്തിലാണ് എടുക്കുന്നത്, തീർത്ത് ചെറുതല്ല. പടി പോലെ അല്ല താനും, എന്നാൽ പൈപ്പിങ്ങിൻ്റെ ഒരു ഇച്ചിരി ഇതിൽ. ഇങ്ങനെ നമുക്ക് 2 കൈയിലും തയ്ച്ച് പിടിപ്പിക്കാം. ഒരു വെറൈറ്റി ഇരിക്കട്ടില്ലേ, എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ തയ്ക്കുമ്പം, എന്നും ഒരുപോലെ ഇരിക്കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കണം നിങ്ങൾ കേട്ടോ. പലരും ശ്രമിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ പേര് തയ്ച്ചെന്ന് പറയുന്നുണ്ട്. തയ്ക്കുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നൊരു സബ്സ്ക്രൈബും ചെയ്തു തരണം. അപ്പം നമ്മുടെ കൈയുടെ പണി കഴിഞ്ഞു. ഇങ്ങനെ 2 കൈയിലും നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കിയേ. കൈയുടെ അടിക്കുമ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു കഷ്ടിച്ച് 1/2 ഇഞ്ചിൽ താഴെ അടിക്കുന്നുള്ളേ. അധികം കയറ്റി അടിച്ചാൽ സാധാരണ ഇങ്ങനെ ഒരു പിടുത്തം വരാറുണ്ട്. പക്ഷേ ഇതൊത്തിരി വലുതാണ് എനിക്ക്. ഇത് നല്ല വലിപ്പമുള്ള നൈറ്റിയാണ് കേട്ടോ. ഒരു 42 ചെസ്റ്റുകാർക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന നല്ല വലിപ്പമുള്ള നൈറ്റിയാണെന്ന് ഓർത്തോണേ. ഇപ്പം ഞാൻ ചെയ്തത് കണ്ടല്ലോ. കൈയുടെ മിച്ചമുള്ള ഭാഗത്തും തയ്ച്ച് ഈ നമ്മുടെ ഈ സൈഡിലൂടെ ഒത്തിരി ഇനി ഇവിടെ ഇങ്ങനെ അടിച്ച് കളയുകയൊന്നും വേണ്ട. നമുക്ക് വളരെ ചെറിയ തോതിലുള്ള ഒരു 1/2 ഇഞ്ച് അകലത്തിൽ നമുക്കിത് ഫുള്ള് തയ്ക്കാം. 2 അടി പഠിക്കണേ, 2 വശത്തും 2 അടി പഠിക്കാൻ മറക്കല്ലേ. ഇതോടുകൂടി നമ്മുടെ നൈറ്റിയുടെ പണി തീർന്നു. ഞാനിട്ട് നോക്കിയിട്ടേ അടി മടക്കി അടിക്കുന്നുള്ളൂ. എനിക്കിത് കറക്റ്റ് അറിയാം. എനിക്ക് 290 എടുത്താൽ വളരെ കറക്റ്റായിരിക്കും. ചെറിയൊരു തയ്യൽ ഒരു അടി മടക്കി അടിച്ചാൽ നമുക്ക് തീരും. അങ്ങനെ നൈറ്റിയൊക്കെ തയ്ച്ചിട്ടുണ്ട് വന്നു. ഇഷ്ടമായോ? എൻ സ്റ്റൈൽ നൈറ്റി എളുപ്പത്തിൽ റൗണ്ട് യോക്കാണ്. എന്നാൽ റൗണ്ട് യോക്ക് സാധാരണ റൗണ്ട് യോക്കിൻ്റെ മെനക്കേടില്ലാത്ത രീതിയിൽ സാധാരണ സ്റ്റൈലിൽ നമ്മൾ സാധാരണ യോക്ക് ഇങ്ങനെ ഇവിടുന്ന് കട്ട് ചെയ്ത് പിടിപ്പിക്കത്തില്ലേ, അതേ പാറ്റേണിലാണ് ഇത് തയ്ച്ചേക്കുന്നത്. പക്ഷേ റൗണ്ട് യോക്കാണെന്ന് വെച്ചാൽ റൗണ്ട് യോക്കുമാണ്. നമ്മൾ ആവശ്യത്തിന് പ്ലേറ്റൊക്കെ ഇട്ട് ബാക്ക് സൈഡും ഇതുപോലെ തന്നെ നമ്മൾ റൗണ്ട് യോക്കാണ് പിടിപ്പിച്ചേക്കുന്നത്. ഇത് ഈ സെയിം തുണി തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ വേറെ കളറോ മിസ്മാച്ചോ ഒക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ എൻ സ്റ്റൈൽ നൈറ്റി ഇഷ്ടമായോ? ചേരുന്നുണ്ടോ? അപ്പം തയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് തരിക. താങ്ക് യു.